ആടുകൾക്ക് വേണ്ടി ഇടയൻ ജീവൻ സമർപ്പിക്കാൻ തയ്യാറാണ്. ഈ ആലയിൽ ഇല്ലാത്ത ആടുകളെക്കുറിച്ചും കർത്താവ് പറയുന്നുണ്ട്. ഈ ആല എന്നത് യഹൂദരെ ഉദ്ദേശിച്ചാണ്. മിശിഹ രണ്ടാമത് വാനമേഘങ്ങളിൽ വരുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ അതുമാത്രമല്ല, യേശുവിൻ്റെ ദൗത്യം ഇസ്രായേൽക്കാരെ മാത്രം രക്ഷിക്കുക അല്ലായിരുന്നു. അവിടുന്ന് വന്നത് എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. യഹൂദരും വിജാതീയരും എല്ലാം യേശുവിൻ്റെ അജഗണത്തിൽ പെടുന്നു. ഹൈന്ദവരും മുസ്ലിങ്ങളും നമ്മുടെ ചുറ്റുമുള്ള കത്തോലിക്കരും ഈ കർത്താവിൻ്റെ ഗണത്തിൽ പെടുന്നു. യേശു പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. മത്തായിയുടെ സുവിശേഷം 29-ാം അധ്യായം 19-ാം വാക്യം. ലോകത്തെല്ലായിടത്തുമുള്ള ക്രിസ്ത്യൻ മിഷണറിമാർ തങ്ങളുടെ സുഖസൗകര്യങ്ങൾ ത്യജിച്ച് ജീവനെ അപകടത്തിലാക്കി പോലും സുവിശേഷം പ്രസംഗിക്കുന്നു, അജഗണത്തെ വളർത്തുന്നു. യേശു പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാണെന്ന മട്ടിൽ വന്നവരൊക്കെ കള്ളന്മാരും കവർച്ചക്കാരുമാണ്. ആടുകൾ എന്തായാലും അവർക്ക് ശ്രദ്ധ കൊടുത്തില്ല. വാതിൽ ഞാനാണ് വാതിൽ. എന്നിലൂടെ കടക്കുന്ന ഏതൊരാൾക്കും രക്ഷ കിട്ടും. അയാൾ അകത്ത് കടക്കുകയും പുറത്തു പോവുകയും മേച്ചിൽപ്പുറം കണ്ടെത്തുകയും ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇതിനെ സാധൂകരിക്കുന്ന ഒരു ഭാഗം വേറൊരു സുവിശേഷ ഭാഗത്ത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. I am the way, the truth and the life. No one goes to the Father except through me. ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല. അതൊരു ഉറപ്പാണ്, അതൊരു അഷ്വറൻസാണ്, അതൊരു ഗ്യാരണ്ടിയാണ്. കർത്താവിലൂടെ അല്ലാതെ സ്വർഗത്തിലേക്ക് വേറൊരു ഷോർട്ട് കട്ട് ഇല്ല സഹോദരങ്ങളെ. എപ്പോഴും നാം വാതിൽ സമീപിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കുന്നത് 2 ഇടങ്ങൾക്ക് ഇടയിലാണല്ലോ. അമ്മ വീട്ടിൽ ഒഴിവുകാലം ചെലവഴിക്കാനെത്തിയ കുഞ്ഞിനെ പോലെ ഭൂമിയുടെ പ്രിയപ്പെട്ട വിരുന്നുകാരനായി ക്രിസ്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പാർക്കുന്ന ലോകത്തിലും ഇനി പാർക്കേണ്ട മറുലോകത്തിനും മധ്യേ അവിടുന്ന് വാതിലാകുന്നു.